നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് കോടതി വിധി പറയാനിരിക്കെ പ്രതികരണവുമായി ഉമാ തോമസ് MLA. കേസിൽ നടിക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്വന്തം മകൾക്ക് അപകടം നേരിട്ടതുപോലെയാണ് PT തോമസ് ഇടപെട്ടതെന്നും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഉമാ തോമസ് പറഞ്ഞു. കേസിൽ പ്രധാന സാക്ഷികൾ ഒരാളായിരുന്നു അന്തരിച്ച തൃക്കാക്കര MLA PT തോമസ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അദ്ദേഹം വിസ്താരത്തിനും ഹാജരായിരുന്നു. ആക്രമിക്കപ്പെട്ടതിനു ശേഷം ലാലിന്റെ വീട്ടിൽ അഭയം തേടിയ നടിയെ വിവരമറിഞ്ഞെത്തിയ അന്നത്തെ തൃക്കാക്കര MLA ആയിരുന്ന PT തോമസ് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PT തോമസിനെ സാക്ഷി ചേർത്തത്. സിനിമാ ലോകം ഒതുക്കി തീർക്കുമായിരുന്ന കേസാണ് PT-യുടെ ഇടപെടൽ കൊണ്ട് കോളിളക്കം സൃഷ്ടിച്ച കേസായി മാറിയത്. കേസിൽ ആദ്യം മുതലേ സജീവമായി ഇടപെട്ട PT തോമസിന്റെ മൊഴി പോലീസ് എടുക്കാത്ത തക്കാലത്ത് വിവാദമായിരുന്നു. നടി ഉപദ്രവിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയില്ലെന്ന് ആദ്യമേ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി നിരുപാധിക മാപ്പ് പറയണമെന്ന് PT തോമസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മാധ്യമങ്ങൾക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് നടൻ ദിലീപിനെ ന്യായീകരിച്ച ജനപ്രതിനിധികളായ ഇന്നസെന്റ്, മുകേഷ്, ഗണേഷ് കുമാർ എന്നിവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് ഒരു സംഘം നടിയെ ആക്രമിച്ചത്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നാണ് അറിയിച്ചത്. കുറ്റകൃത്യം സംഭവിച്ച് 8.5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ 8-ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിലെ വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് പൂർത്തിയായത്. തുടർന്ന് കഴിഞ്ഞ 27 തവണയും വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റുകയായിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ആകെ 9 പ്രതികളുണ്ട്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത്. കഴിഞ്ഞ വർഷം വിചാരണ പൂർത്തിയാക്കി എങ്കിലും അന്തിമ നടപടിക്രമങ്ങൾ 1 വർഷത്തിലധികം നീണ്ടു. കൊട്ടേഷൻ നൽകിയത് പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ 1-ാം പ്രതി NS സുനിൽ എന്ന പൾസർ സുനി അടക്കം 9 പ്രതികളാണ് വിചാരണ നേരിട്ടത്. 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് ആണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ 8-ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ 11-ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് കഴിഞ്ഞ 27 തവണയും വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റുകയായിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസാണ് ദിലീപിനെ പ്രതി ചേർത്തത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിഗണിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത്.